അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് ശ്രോതാക്കൾ ധാരാളം സംശയങ്ങൾ ചോദ്യങ്ങളായി അയക്കാറുണ്ട്. സ്നേഹക്കൂടിൽ വരേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്നിടത്ത് ആ ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പരമാവധി ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഓരോ എപ്പിസോഡുകളിലും നമ്മൾ ശ്രമിക്കാറുണ്ട്. പീസ് റേഡിയോ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ആളുകൾ ഈ ഒരു വീഡിയോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ ആയി കാണുന്നുണ്ടെങ്കിൽ അവരോട് ആവശ്യപ്പെടാനുള്ളത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി പീസ് റേഡിയോ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ തിരയുക. ജീവിതത്തിൽ 24 മണിക്കൂറും നന്മ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങളോടൊപ്പം ആ റേഡിയോ ഉണ്ടാകുന്നത് വഴി സാധ്യമാകും. ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അങ്ങോട്ട് സംവദിക്കാനുമുള്ള അവസരങ്ങൾ റേഡിയോ ഒരുക്കി തരുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം പീസ് റേഡിയോ ഡയറക്ടർ കൂടിയായ താജുദ്ദീൻ സലാഹിയാണ് പങ്കെടുക്കുന്നത്. ഏതാനും ചില ചോദ്യങ്ങളോടുള്ള പ്രതികരണമാണ് ഇന്ന് നാം ഉദ്ദേശിക്കുന്നത്. താജുക്ക, ഭർത്താവിനെക്കുറിച്ചുള്ള ചില ഭാര്യമാരുടെ ചില പരിഭവങ്ങളാണ് ഇന്നത്തെ ചോദ്യങ്ങളിൽ നമ്മൾ കാര്യമായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭർത്താവ് വിവാഹം കഴിഞ്ഞിട്ട് ഗൾഫിലാണ്. വർഷത്തിലൊരിക്കൽ 1 മാസമാണ് അദ്ദേഹത്തിന് ലീവ് കിട്ടാറുള്ളത്. പറ്റുന്ന സമയത്തൊക്കെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുമുണ്ട്. എന്നാൽ എൻ്റെ കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെയും ഇവിടെയും ആകുമ്പോൾ ബന്ധം കുറയുന്നത് പോലെയാണ്. അദ്ദേഹം ഫോണിൽ സംസാരിക്കുന്നത് വളരെ കുറവാണ്. ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ ഉണ്ടാവേണ്ട ഇമോഷണൽ കണക്ഷൻ തമ്മിലില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരുമിച്ചാകുമ്പോൾ എന്നെ ഹാപ്പിയാക്കാറുണ്ട്. അദ്ദേഹത്തോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞത് ഫോണിലധികം സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നും ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല എന്നുമൊക്കെയാണ്. ഇത്തരം സാഹചര്യത്തോട് ഞാൻ നിൽക്കേണ്ട രീതി എങ്ങനെയാണ് എന്നതാണ് ഒരു സഹോദരിയുടെ ചോദ്യം. ഒരു രീതിയാണ് അവരിപ്പോൾ എടുത്തത്. ഈ വിഷയത്തോടെ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് പഠിച്ച് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ള, ആ വിഷയത്തെ സമീപിക്കുക എന്നുള്ള ഒരു കാര്യം. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ആ ടെക്സ്റ്റ് എന്ന് വ്യക്തമാണ്. വളരെ സ്ട്രെസ്ഡ് ആയിരിക്കും അവർ, അസ്വസ്ഥയായിരിക്കും. അവരൊരു ദീനി ബോധവും ചിന്തയൊക്കെ ഉള്ളതുകൊണ്ട് വഴിതെറ്റാതെ പോണതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരാൾ എങ്ങനെയെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്ന് ചിന്തിക്കാതെ അതിനോട് ഇമോഷണലായി തന്നെ പ്രതികരിക്കുകയാണെങ്കിൽ പല അബദ്ധങ്ങളും സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ അന്വേഷിക്കാൻ കാണിക്കുന്ന സന്നദ്ധതയെ നമ്മൾ പ്രത്യേകം പ്രശംസിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് തരട്ടെ. ഇങ്ങനത്തെ ഒരു രീതി പൊതുവെ നമ്മൾ കാണാറുണ്ട്. ഭർത്താവിൻ്റെ അവിഹിതം നേരിട്ട് കണ്ണോടെ കണ്ട ഒരു സഹോദരിയുടെ ഒരു മെസ്സേജ് നമ്മുടെ ഫീഡ്ബാക്ക് ഒന്നൊരിക്കൽ വായിക്കണ്ടായി. എൻ്റെ ഭർത്താവിനെ ഇങ്ങനെയൊക്കെ കണ്ടു. അപ്പോൾ ആ സ്ത്രീയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ നിർത്തി ചിന്തിച്ചപ്പോൾ എനിക്കങ്ങനെ അവരെ പോലെ പക്വമായി ചിന്തിക്കാൻ കഴിയുമോ എന്ന് തോന്നിയില്ല. കാരണം കൺമുന്നിൽ ഭർത്താവ് മറ്റൊരാളുമായിട്ട് ബെഡ് പങ്കിടുന്നത് കാണാൻ അത്ര, അതും ആ വ്യക്തി എന്ന് പറയണത്, ആ ലേഡി എന്ന് പറയണത് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സ്ഥാനത്തിരിക്കണ ആളുമാണ്. പക്ഷേ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദീന് ചോദിച്ചറിഞ്ഞ് പഠിച്ച് വളരെ ബുദ്ധിപരമായ വിഷയം കൈകാര്യം ചെയ്തു. അവർക്കതിന് നല്ലൊരു പരിഹാരമുണ്ടായി എന്നത് നീണ്ട കാലത്തിന് ശേഷം പിന്നീടൊരു പ്രശ്നം പറയാൻ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് തോന്നി ദീർഘകാലം അത് അവർ പരിഹരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടായി. പറഞ്ഞതിൻ്റെ ചുരുക്കതാണ്, ഏത് വിഷയത്തെയും ദീനിൻ്റെ കണ്ണിലൂടെ കണ്ട് പരിഹരിക്കുകയാണ് വേണ്ടത്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളവും പരിഹാരമുണ്ട്. ആ പരിഹാരം നമുക്ക് പറയാം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആദ്യ പാർട്ട്, വർഷത്തിൽ 1 മാസമാണ് മൂപ്പരോട് ഉണ്ടാവാറുള്ളത് എന്നാണ്. ഇതേ അനുഭവമുള്ള ആയിരക്കണക്കിന് പ്രവാസികളുണ്ട്, 10,000-കണക്കിന് പ്രവാസി കുടുംബിനികളുണ്ട്. പക്ഷേ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആ ചെറുപ്പക്കാരൻ ചെയ്യുന്നൊരു കാര്യം, ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്, താമസിക്കാറുണ്ട്. ഈ ഒരു വർഷത്തിനിടയിൽ തന്നെ അവരെ കൊണ്ടുപോയിട്ടുണ്ട്, കൂടെ താമസിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യമാണ്. എന്നാൽ വലിയൊരു വിഭാഗം വരുന്ന പ്രവാസികളുണ്ട്. അവർക്ക് കുടുംബത്തെ കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. സാമ്പത്തികവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടാവുകയില്ല. ഇനി ഉണ്ടാവുമെങ്കിൽ തന്നെ ചിലപ്പോൾ വീട്ടിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ആദ്യം അവരോട് 2 വാക്ക് പറയാം. തീരെ കൊണ്ടുപോകാത്ത ആൾക്കാർ, തീരെ കൊണ്ടുപോകാത്തവരും വർഷത്തിലൊരിക്കൽ മാത്രം വരുന്നവരായ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവരോട് പറയുന്ന കാര്യം ഇവരുടെ 2ാമത്തെ പാർട്ടിലുള്ള പിന്നെ ക്വസ്റ്റ്യനുള്ള ഉത്തരവാണ്. സത്യത്തിൽ
ചില ആളുകൾ അവർക്ക് നാട്ടിൽ തന്നെ ജീവിക്കാൻ അവസരമുണ്ടായിട്ടും അവിടെ തന്നെ തുടരുന്നത് ശുദ്ധമായ തോന്നിയാസാണെന്നാണ് ഞാൻ പറയാം. വർഷത്തിൽ ഒരിക്കൽ 1 മാസം വന്നു പോകുന്ന ആളുകളോടാണ് പറയണത്. അവർക്ക് നാട്ടിൽ തന്നെ ജീവിക്കാൻ വകയുണ്ട്, എന്നിട്ടും അവരവിടെ തുടരുന്നത് ശരിയല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബിനിയോട് വളരെ ശക്തമായ ബാധ്യതയുണ്ട്. നിങ്ങളല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവർക്കില്ല. നിങ്ങൾ നല്ല വീട് വെച്ചെടുത്തുകൊണ്ടും നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ടും നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തുകൊണ്ടും ആയില്ല. നിങ്ങളായി അവർക്ക് നിർവഹിച്ചു കൊടുക്കേണ്ട, നിങ്ങളിലൂടെ മാത്രം അവർക്ക് കണ്ടെത്തേണ്ട ഒരാശ്വാസവും ഒരു പരിഹാരമുണ്ട്. അത് നിങ്ങൾ തന്നെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ നാടും ഗൾഫും ഏകദേശം ഒരേപോലെയാണ് വരിക. അതായത് ഗൾഫിൽ നിന്ന് ചെറിയൊരു പൈസ കൂടുതൽ കിട്ടുന്നുണ്ടാവും. പക്ഷേ മൊത്തത്തിലുള്ള കാര്യങ്ങൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ അതിൻ്റെ ഇൻഇഫക്റ്റ് അല്ലെങ്കിൽ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ഒരേപോലെ ആയിരിക്കും. ഉദാഹരണം, അവിടുന്ന് ഒരാൾക്കൊരു 60,000 രൂപ മാസം കിട്ടുന്നുണ്ട്. അയാൾക്കുള്ള നഷ്ടങ്ങളൊന്ന് കിഴിച്ചു നോക്കിയാൽ അയാളുടെ മക്കളുടെ ശരിയായ വളർച്ച, അയാളുടെ കുടുംബത്തിൻ്റെ ദീനീയായ സാഹചര്യം, അയാളുടെ കുടുംബത്തിൻ്റെ ഏകാന്തത, ഇതൊക്കെ കൂടെ കുറച്ച് നോക്കുമ്പോൾ അതേ സംഗതി ഒരു 15,000 മുതൽ 25,000 വരെയുള്ള പൈസക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു വരുമാന സാധ്യതയൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ സത്യത്തിൽ ആ പൈസ അറിയണത് ഭയങ്കര നഷ്ടമുള്ള പൈസയാണ്, ആ ഒരു അഡീഷണൽ കിട്ടണ 30,000. അപ്പം അത്തരം ആളുകളും ഒന്നുകിൽ പുതിയ ജോലി സാധ്യതയെക്കുറിച്ച്, പ്രവാസത്തിൽ നിന്നുകൊണ്ടുള്ള പുതിയ ജോലി സാധ്യതയെക്കുറിച്ച് എന്താണ് ആലോചിക്കണം. പലപ്പോഴും ചില ആളുകളുടെ, അതൊരു വേറൊരു ടോപ്പിക്കാണ്. ചില ആളുകൾ ഒരു പണി തുടങ്ങിയാൽ പിന്നെ ആ പണിയിൽ നിന്ന് വേറൊന്നും ആലോചിക്കില്ല. ഒരു സ്ഥലത്ത് കയറി അവിടെ തന്നെ നിൽക്കും, അതിൻ്റെ വേറെ സാധ്യതകളൊന്നും ചിന്തിക്കില്ല. ചില ആൾക്കാർ ചിന്തിച്ചുകൊണ്ടേ നിൽക്കും, അതുകൊണ്ട് അവർക്ക് പണി ഉണ്ടാവില്ല. ഈ അക്കരപ്പച്ച എന്ന് പറഞ്ഞ മാതിരി പണ്ട് നമ്മളൊരു സുഹൃത്ത് ഉള്ളി എന്തോ വിൽക്കുകയാണ് ഒരു വണ്ടിയിൽ. അപ്പോൾ അതിലൊരു നെല്ലിക്ക വന്നിട്ടൊരാൾ പോയി. അപ്പോൾ ഉടനെ അയാളുടെ അടുത്ത് സാധനം വാങ്ങണ അയാളുടെ സുഹൃത്ത് പറഞ്ഞു, ഈ നാളെ നെല്ലിക്ക കച്ചവടം തുടങ്ങരുത്. ഈ ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ പറയണത് 1 മാസം മാത്രം ഇവിടെ നിന്ന് പോകുന്ന ആളുകളോടാണ് പറയണത്. നിങ്ങൾക്ക് വേറെ നിർവാഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മടങ്ങി വരികയാണ് വേണ്ടത്, യാതൊരു സംശയമില്ല. അതല്ല 1 മാസങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് ഇടയ്ക്ക് 6 മാസത്തിലൊരിക്കൽ 1 മാസം വരാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ ആ സാധ്യത എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതല്ല കുറച്ചൊക്കെ ഒരു നിങ്ങളുടെ ഏണിങ്ങിനൊക്കെ ബാധിക്കുമെങ്കിലും നിങ്ങളുടെ ഫാമിലിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകണം. അത് ഭാര്യനെ മാത്രം കൊണ്ടുപോയാലും കുഴപ്പമില്ല, കുറഞ്ഞ ഡേയ്സ് ആയാലും കുഴപ്പമില്ല. മക്കളുടെ കാര്യത്തിലൊക്കെ ഒരു ക്രമീകരണമൊക്കെ ഉണ്ടാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ കൊടുക്കേണ്ട വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ആ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചേ പറ്റൂ. അതിന് വളരെ മനോഹരമായ സ്പേസുകൾ ഉണ്ടാക്കിയേ പറ്റൂ. അത് ഒരു വലിയ പുണ്യമാണ്. ചിലപ്പം വ്യക്തികളുടെ സാഹചര്യത്തിനനുസരിച്ച് അത് മഹാപുണ്യങ്ങളായി മാറും. കാരണം ഹറാമിലേക്ക് പോകുന്ന, അശുദ്ധിയിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ അങ്ങനെ വരലും നിർവഹിക്കലൊക്കെ ഫറലായി തന്നെ മാറും. നിസ്കാരം പോലത്തെ ഫറലായി തന്നെ മാറുന്ന സാഹചര്യവും ഉണ്ടാകും. ഇനി ഇങ്ങനെ വരാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇയാൾ പറഞ്ഞ പോലെ എനിക്ക് ഫോൺ ചെയ്യൽ അത്ര ഇഷ്ടമുള്ളൊരു പണിയല്ല. നിങ്ങളെ ഫോണും നിങ്ങളെ കോൾ ഹിസ്റ്ററിയൊക്കെ ഒന്ന് വേണം നമുക്ക്. നിങ്ങളാരും ഫോൺ ചെയ്യലില്ലെന്നൊന്ന് അറിയണം നമുക്ക്. ഇത് ചില ആളുകളുടെ കൊണക്കടാണ്. ഇതൊരിക്കലും ശരിയായ സ്റ്റാൻഡല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം മാത്രം നടന്നാൽ പോരാ. നിങ്ങളെ ഭാര്യ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറയുന്നത് അവരുടെ വിശുദ്ധി സംരക്ഷിക്കുന്നതിൻ്റെയും കൂടിയും ഭാഗമായിട്ടാണ്. ഇപ്പം എനിക്കറിയാം, നമ്മൾ അറ്റൻഡ് ചെയ്തൊരു കേസിൽ ഒരു പെൺകുട്ടി ഒരാളായിട്ട് ചാറ്റിൽ പിടിച്ചു. അത് ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മാറി. പിന്നെയും വേറെ അതേ ആളായിട്ട് പിന്നെയും എവിടെ ഒന്ന് ചായ പിടിക്കണതൊക്കെ കണ്ടു. അപ്പോഴും ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് അവർ ഇസ്തിഗ്ഫാർ നടത്തി, ഒക്കെ ഭയങ്കരമായി വൈകാരികമായി അത് ക്ലോസ് ചെയ്തു. പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരൻ
അയാളുടെ വണ്ടിയിലിരുത്തി ചുംബിക്കണ ചിത്രം ഈ ചെറുപ്പക്കാരൻ അയാൾക്ക് അയച്ചു കൊടുത്തു. അതായത് അവർ രണ്ടാളും ഇത് വിടുക, ഇനി എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നൊരു ഉത്തരത്തേക്ക് എത്തി. അയാളും അതിന് ഫേവറായിട്ട് നിന്നു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ഈ ചിത്രമൊക്കെ അയാളുടെ അടുത്തേക്ക് എത്തി. അയാളുടെ സംസാരം, അയാളുടെ വൈകാരികതയും സങ്കടവും കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഈ പെൺകുട്ടി ടോട്ടൽ പ്രശ്നമായി. ആ പയ്യൻ്റെ വീട്ടിൽ ഇയാൾ വിളിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞപ്പം അവൻ്റെ പെങ്ങന്മാരും ബാക്കിയുള്ളവരൊക്കെ അവരും വളരെ ശക്തമായി വിഷയം കൈകാര്യം ചെയ്തപ്പോൾ അവനും ഇത് വേണ്ടാന്നായി. പക്ഷേ ഇവർക്കിത് കൂടണമല്ലോ, രണ്ടാമത് കൂടണം. അപ്പം നമ്മളുമായിട്ട് ആ വിഷയം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ വളരെ ദീർഘമായി കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ അറിയോ, അവൾക്ക് എന്താ പറയുക, ഇവന് അവളെ എന്തെങ്കിലും വിളിക്കുക, ഫോൺ കിട്ടൂല, ഫോണിൽ സംസാരിക്കൂല, ആഴ്ചയിൽ 1-2 വട്ടം ഫോണ്, ഈ പറഞ്ഞമാതിരി വർഷത്തിൽ ചെറിയ സമയം ഇവിടെ ഉണ്ടാകും. ഒരു തരം ഈ പെൺകുട്ടിക്ക് വേണ്ട ഒന്നും ഇയാൾ എന്ത് ചെയ്യണില്ല, തത്വത്തിൽ കൊടുക്കണില്ല. ഇനി വന്നാൽ തന്നെ ആ വന്ന ദിവസങ്ങൾ, ആ ഒരു മാസം ഉണ്ടല്ലോ, വേറെ നമ്മൾ പറയേണ്ട ഒരു വലിയൊരു വിഷയമാണ്. അവിടെയും എന്തില്ല, ശരിയായ കാര്യങ്ങളൊന്നും അവൾ ആഗ്രഹിക്കുന്ന വലുപ്പത്തിലും അവളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും നടക്കണില്ല. അപ്പം ഇത്തരം ഒരു സാഹചര്യം വളരെ ഗുരുതരമാണ്. അത് ഒന്നിച്ച് താമസിക്കാത്ത 2 ഇടങ്ങളിൽ താമസിക്കണേ, അത് ജോലിയുടെ പേരിലോ പഠനത്തിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലാണെങ്കിലും താമസിക്കുന്ന ആളുകൾ തമ്മിൽ വളരെ കൃത്യമായൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കണം. എന്ത് തിരക്കുള്ള ആളാണെങ്കിലും ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാനും പല്ല് കേൾക്കാനും ഒക്കെ ഒരു സമയം കണ്ടെത്തൂലേ. പിന്നെ ജീവിതത്തിൽ എല്ലാ കാര്യവും വളരെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അപ്പം അത് ഇഷ്ടപ്പെട്ടതാവാനുള്ള വഴിയാണ് എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഈ പ്രവാസികളായ ആളുകൾ പൊതുവേ അവരുടെ ഭാര്യമാർ ഉറങ്ങുക 12 മണി 1 മണിക്കൊക്കെയാണ്. അതിൻ്റെ കാരണം എന്താ, പൊതുവേ നമ്മളെടുത്ത് വിലയിരുത്തി നോക്കിയാൽ കോളും വെയിറ്റ് ചെയ്ത് നിൽക്കും. അവൻ്റെ ജോലി കഴിയണം അവിടെ 9-10 മണി, 9:30 + 2:30 ഈ ടൈമാകും എന്ത് അവൻ്റെ കോള് വരാൻ. ഒന്ന് മാറി നിന്ന് ഒന്ന് 10 മിനിറ്റ് സംസാരിച്ച് അങ്ങനെ ഒരു ഇതെടുത്താൽ മതി. പിന്നെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു സെഷൻ, ഞാനതിന് സെഷൻ എന്നാണ് പറയാം, അതൊരു കോളിംഗ് അല്ല, പ്ലാൻ ചെയ്ത് നടക്കണ്ടാണ്. അത് ഭയങ്കര പ്ലാൻ ചെയ്ത് അത് വീഡിയോ കോളോ ഒക്കെ റിലാക്സ് ചെയ്ത് ഒക്കെ മക്കളൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷം പറയാനുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ തന്നെ വിശദമായി പറയേണ്ടതാണ്. അപ്പോൾ ആ ഫോണിങ്ങിനും സ്ത്രീകളും ഇതിനൊരു ക്രമമൊക്കെ കണ്ടെത്തണം. അപ്പോഴേ ആണുങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. അതായത് എപ്പോഴും സംഭാഷണം തുടങ്ങുക കുറേ ഇഷ്യൂസ് കൊണ്ടാണ്. ഇത് ഈ ബെഡ്റൂം കയറുമ്പോഴും ചില ആൾക്കാർക്കുള്ള പ്രശ്നമാണ്. മൊത്തം ഇഷ്യൂസ് അവിടെ പറഞ്ഞു കണ്ട് എന്ത് ചെയ്യും, ഇതൊക്കെ ഒരു ഹോർമോണിക് പ്രക്രിയയാണല്ലോ. ഹോർമോണാണ് നമ്മളെ കൊണ്ട് പ്രണയിപ്പിക്കുന്നതും നമ്മളെ കോളിങ്ങിന് ആസ്വാദനം ഉണ്ടാക്കുന്നതും. ഒരു കാമുകിയും കാമുകനും തമ്മിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹരം കിട്ടാനുള്ള കാരണം എന്താ, അവരതൊരു സെഷനായിട്ട് എടുക്കുകയാണ്, അതൊരു സംഭവമായിട്ട് എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറെ പണിയൊന്നും ചെയ്യണില്ല. ഇത് കോൾ ചെയ്യുമ്പോഴും അവിടെ ഇത് വേറെ പണിയൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക. അപ്പം ഒരിക്കലും എന്ത് ചെയ്യരുത്, നെഗറ്റീവായ കാര്യങ്ങൾ തുടങ്ങരുത്. മോൻ ഇങ്ങനെ ആക്കി, അവിടുന്ന് ടീച്ചറെ വിളിച്ചിരുന്നു, ഇവിടെ ആക്കിയിരുന്നു, വെളുവെള്ള തല്ലി, മറ്റേത് അങ്ങനെ ചെയ്തു, ഇതാക്കി, ഇതൊക്കെ കൂടെ എടുത്തിട്ടിട്ട് ഇയാളുടെ ഒരു ഹോർമോൺ സ്ട്രക്ചറാകെ മാറിയിട്ടുണ്ടാവും. അത് നമ്മളെ ശ്രോതാക്കൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റുകളും പടച്ചോൻ നമുക്ക് ഉണ്ടാക്കി തരുന്നത് ബയോളജിക്കലി പറഞ്ഞാൽ ഈ ഹോർമോൺ പ്രക്രിയ കൊണ്ടാണ്. ഒരാൾക്ക് പാമ്പിനെ കാണുമ്പോൾ പേടിയാകുന്നതും, റോസാപ്പൂ കാണുമ്പോൾ കൗതുകമാകുന്നതും, മാലിന്യങ്ങൾ കാണുമ്പോൾ പിന്നെ ഒരു എന്താ പറയുക, ചീത്തയായിട്ടുള്ള സാധനങ്ങൾ കാണുമ്പോൾ അറപ്പ് തോന്നണതും, അതിൻ്റെയൊക്കെ കാരണം എന്താണ്, കണ്ണിങ്ങനെ കാണുമ്പോൾ തോന്നണമല്ല, ആ തലച്ചോറിൽ അതെത്തുമ്പോൾ അവിടുന്ന് ഉണ്ടാകുന്ന ഹോർമോൺ പ്രക്രിയയാണ് അതൊക്കെ ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ബെഡ്റൂമിൽ ഇപ്പോൾ ഫിസിക്കലി 2 ആൾ ബെഡ്റൂമിൽ ഇരിക്കുകയാണെങ്കിലും പ്രവാസിയായ ഭാര്യയും ഭർത്താവും തമ്മിൽ ഫോൺ ചെയ്യുകയാണെങ്കിലൊക്കെ ആദ്യം 2 ആളും പരസ്പരം മനസ്സിലാക്കി 2 ആൾക്കും സന്തോഷമുള്ള പോയിന്റുകളിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, തുടങ്ങേണ്ടത്. ശരിക്കും ഇതിൽ താല്പര്യമില്ലാത്ത ഭർത്താവിനെയും താല്പര്യമില്ലാത്ത ഭാര്യനെയും മെരുക്കിയെടുക്കാൻ തന്നെയാണ് ഞാൻ പറയാം. മെരുക്കിയെടുക്കാൻ ശരിക്കും അത് മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടാണ് അവർ പോകേണ്ടത്. ഇന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്ന് പറഞ്ഞ് അങ്ങനെ പോയി അവർ അവരുടേതായ ലോകത്ത് നല്ല സന്തോഷം കൊടുത്ത് സംസാരിച്ച് അതിൽ നല്ല പ്രാർത്ഥന നടത്തി തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. ഞാൻ പ്രവാസി ഭർത്താക്കന്മാരോട് പറയണങ്ങൾ വാതിൽ കുറ്റിട്ട് ഫോൺ ചെയ്യണം എന്നാണ്. ചില ആളുകൾ ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ റേഡിയോയിൽ സ്ഥിരം കേൾക്കുന്നതാണ്,
വീഡിയോ കോളിൽ പല കാര്യങ്ങളും കാണിക്കാൻ ആവശ്യപ്പെടുന്നൊക്കെ. അതിൽ കുറച്ച് സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. എൻക്രിപ്റ്റഡ് ആണെന്നൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം വഴികളിലേക്കൊന്നും ഭയങ്കരമായി പോകണ്ട. എന്നാലത് ഭയങ്കര വാട്ടർ ടൈറ്റ് ആക്കിയിട്ട് ഞാൻ ഏതോ ഒരു അന്യപുരുഷന് കാണിച്ചു കൊടുക്കുന്ന ഫീലിങ്ങിൽ ആക്കും വേണ്ട. അതിൻ്റെ ഇടയിലുള്ളൊരു സ്റ്റാൻഡാണ് എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ഞാൻ പറയണത് പുരുഷന്മാർ അവർ വാതിലടച്ചന്നെ ഫോൺ ചെയ്യണം. ബാക്കി എല്ലാറ്റിനും ഫ്രീ ആയി അവളെ നന്നായി പ്രശംസിച്ച്, ഭർത്താവിനെ നന്നായി പ്രശംസിച്ച് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, പോകണം. മുമ്പ് ആരിസ് മൗലവി നമ്മൾ ഒന്നിച്ചിരുന്നപ്പോൾ വന്നൊരു ചോദ്യം ഞാൻ എപ്പോഴും ഓർക്കും. ഭാര്യമാരോട് അശ്ലീല സംസാരങ്ങൾ നടത്താമോ? ഭാര്യയോട് നമുക്ക് എന്തും നടത്താലോ, ഭർത്താവിനോട് എന്തും നടത്താലോ. ഈ പറയണ സ്വകാര്യതയിലെ ചാറ്റും ഈ കാര്യങ്ങളൊക്കെ കൂടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് എടുത്തേക്കണ കുറച്ച് സാധുക്കളുണ്ട്. നമ്മളെ മക്കളൊക്കെ ഫോൺ കാണും, ഫോൺ എടുക്കും. അത്തരം സാഹചര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അതല്ലെങ്കിലും എത്ര മുതിർന്ന കുട്ടികളാണെങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം പാസ്വേഡുകളും കാര്യങ്ങളൊക്കെ അറിയണമെന്നല്ലാതെ മക്കൾക്ക് ഇത് അറിയാൻ പാടില്ല. മങ്ങളെ ഫോൺ ഒന്ന് തരുമെന്നറിയുമ്പോൾ വാട്സാപ്പ് ഉമ്മ പെർമിഷൻ ആക്കിയിട്ടാണ് തുറക്കേണ്ടത്. അങ്ങനെ തുറക്കേണ്ടത് അവിടെയാണ്. അവിടെ നല്ല അടിപൊളി ബന്ധം ഉണ്ടാകുക അപ്പോഴാണ്. മനസ്സിലായില്ലേ? മുതിർന്ന മക്കളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അവർക്ക് ഈ ഡേ ടൈമിലും ബാക്കിയൊക്കെ ഇതാണ് ആകെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ആളുകൾക്ക് പലപ്പോഴും ഇതിൻ്റെ കലാപരിപാടികളൊന്നും അറിയില്ല. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ, അതായത് കൂടെ ഉണ്ടാകുക എന്നുള്ളൊരു വിഷയം പറയും. കൂടല്ല കിട്ടണില്ല. ഈ കൂടെ ഉണ്ടാകുക കാരണം എന്താ ശരിക്ക്? കൂടെ അങ്ങനെ ഫുൾ ടൈം കൂടെ ഉണ്ടായാൽ ഭയങ്കര തല്ലിപ്പൊളി ബന്ധേകാരം. 24 hours രണ്ടാളും ഒന്നിച്ചാണെങ്കിൽ അതിലൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രൊഫഷണൽ മേഖലയിലുള്ള ആളുകളുടെയൊക്കെ ഭാര്യമാരൊക്കെ അവർ ഞായറാഴ്ച മീറ്റിംഗ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തല്ലോ, പരിപാടിക്കൊക്കെ വരുമ്പോൾ കൂടെ കിട്ടണില്ല എന്നുള്ള പ്രശ്നം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ കൂടെ ഉണ്ടാകുക എന്നുള്ള ഫിസിക്കലി മാത്രമൊന്നുമല്ല, മെൻ്റലി കൂടെ ഉണ്ടായിക്കൂടെ? പിന്നെ പല വർക്ക് ഷെയറിങ്ങിൽ കൂടെ ഉണ്ടാകുക, പല നിലക്കും കൂടെ ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് രാവിലെ മുതൽ തുടങ്ങേണ്ട ഒരു പ്രോസസ്സായിരിക്കും ചിലപ്പോൾ അത്. കഴിച്ചോ എന്നൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മരുഭൂമി കൂടെ ട്രക്കർ ഓടിച്ചു പോണ ഭർത്താവിന് കിട്ടുമ്പോഴേ അതുണ്ടാണൊരു നിർവൃതി വിവരണാതീതമായിരിക്കും. നിങ്ങളെവിടെ എത്തി, ബസ് കിട്ടിയോ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നൊരു ചോദ്യം വരുമ്പോൾ അതൊരു പുരുഷൻ്റെ ഉള്ളിൽ തീർക്കണ സംഭവം വലുതായിരിക്കും. ഭാര്യയ്ക്ക് നല്ല സുഖമില്ലാതെയാണ് പോകുന്നത്. ഓഫീസിലെത്തിൻ്റെ ശേഷം ഒന്ന് തിരിച്ച് എന്താൻ്റെ അവസ്ഥ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു മഹാസംഭവമുണ്ട്. പക്ഷേ ചില ആളുകളൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും എന്തല്ല ഒട്ടും കെയറിങ് അല്ല. എൻ്റെ ഭർത്താവ് കെയറിങ് അല്ലെങ്കിൽ അയാളെ കെയറിങ് ആക്കി എടുക്കാനും ചില ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നേരെ തിരിച്ചിതാക്കിയാൽ മതി. ഇപ്പം എനിക്ക് ഉരവേദനക്ക് നല്ല ആശ്വാസമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കട്ടോ എന്നൊരു മെസ്സേജ് അയച്ചയക്കത്തുള്ള ഞാൻ ചോദിച്ചില്ലല്ലോ ഉള്ളോട്. ഇത്തരം ഒരു സംഗതി വളരെ നിർബന്ധമാണ്, ശരിക്കും ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു സ്ത്രീകൾ പൊതുവെ റേഡിയോയിലൊക്കെ ചില ക്വസ്റ്റ്യൻസൊക്കെ വരുന്നതാണ്. എന്താണ്, പ്രവാസിയായ ഭർത്താവ് എന്നോട് വീഡിയോ കോളിൽ ഇന്ന കാര്യം ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഇങ്ങനെ പലതും വരുന്നതാണ്. അപ്പം അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അന്യപുരുഷനോട് എടുക്കേണ്ട സ്റ്റാൻഡല്ല എടുക്കേണ്ടത്. അതെ. എന്നാൽ അയാൾ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നുള്ളതൊരു മഹാസംഭവമാണ്. സ്വന്തം കുടുംബിനിയിൽ അത്തരമൊരു കാര്യം ഒരാൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളത്, ആസ്വാദനം ഫീൽ ചെയ്യുന്നു എന്നുള്ള പടച്ചം കൊടുക്കുന്ന അനുഗ്രഹമാണ്. അപ്പോൾ എല്ലാം ഭയങ്കര നമ്മളങ്ങനെ ഒരു ക്യാമറക്ക് മുന്നിൽ ഇടുമ്പോൾ ഒരു മൂന്നാം കണ്ണുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ തന്നെയാണ് വേണ്ടത്. മൂന്നാം കണ്ണുണ്ട് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. എൻക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുമ്പോഴും എല്ലാ ആപ്പുകൾക്കും അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. എന്നാലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്രൈവസി കിട്ടണ ചാറ്റിനും ടോക്കിനും ഒക്കെ സമയം എന്ത് ചെയ്യണം, കൊടുക്കണം. അതിനെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നടന്നാൽ പറ്റില്ല. ഇതൊന്നും കൊണ്ടെടുക്കാൻ പറ്റാത്ത ആളുകളെ അവരത് വിഷയത്തിൽ കുറ്റക്കാരാകും. ഞാൻ ജോലി ചെയ്യാൻ പോയതല്ലേ, അവർക്ക് വേണ്ടിയല്ലേ എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ശ്വാസവായു കിട്ടേണ്ടടുത്ത് കുടിവെള്ളം കിട്ടിയിട്ട് കാര്യമില്ല, കുടിവെള്ളം കിട്ടേണ്ടടുത്ത് ചോറ് കിട്ടിയിട്ട് കാര്യമില്ല. ഒരാൾക്ക് പേഴ്സണൽ സ്പേസും സീക്രട്ട് ലൈഫും ഇൻ്റർകോഴ്സസും
സെക്സും ഒക്കെ കിട്ടേണ്ടടുത്ത് അതന്നെ കിട്ടണം. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അത് തിരുത്തണം. ആ സഹോദരി വളരെ പ്രാർത്ഥനയോടെ ബോധപൂർവം അദ്ദേഹത്തിന് താല്പര്യമുള്ള വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആ സംഭാഷണം ഫുൾ കട്ട് ചെയ്തതിൻ്റെ ശേഷം വേറൊരു സമയത്ത് അതിൻ്റെ അരമണിക്കൂറും അതിൻ്റെ 2 മണിക്കൂറും മുന്നിലും പിന്നിലും ഒരു സാധനം ഉണ്ടാകരുത്. എല്ലാ ഇഷ്യൂസും കൊണ്ട് ടേബിളിൽ വെക്കണ സ്പേസ് ആകരുത്. അങ്ങനെ ടേബിളിൽ വെക്കേണ്ട സ്പേസ് വേറെ ഉണ്ടാക്കുക. അത് വോയിസൊക്കെ ആയിട്ട് അയക്കുക. അപ്പോൾ മൂപ്പർക്കും തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ചിട്ട് മറുപടി പറയാൻ പറ്റും. ഭാര്യമാരോടും ഭർത്താക്കന്മാരോടുള്ള മറുപടിയിൽ ഒരു വിഷയം കേട്ടാൽ ആദ്യം തോന്നണ മറുപടി പറയരുത് എന്നാണ്, പിന്നെ തോന്നണ മറുപടിയും പറയരുത് എന്നാണ്, പിന്നെ തോന്നണ മറുപടിയും പറയരുത് എന്നാണ്. ആ പിന്നെ ഇപ്പോൾ പറയാം അതിൻ്റെ ശേഷമുള്ള അതായത് ഉദാഹരണം പറയാം. മോൻ്റെ സ്കൂളിൽ നിന്ന് കോൾ വന്നിരുന്നു, HM പിന്നെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ അങ്ങനെ നിന്നോളി, ഞാൻ ഈ കുട്ടികളോട് ഇടങ്ങാറാകുകയാണ്. അപ്പം എൻ്റെ ഫസ്റ്റ് മറുപടി എന്തായിരിക്കും ഒന്ന് പറഞ്ഞൊക്കെ അതിലല്ല പോയി. ഇപ്പൊ 1ാമത്തെ മറുപടി 2ാമത്തെ മറുപടി ആയിപ്പോൾ നിങ്ങളത് കിട്ടണ ഉടനെ ഉടനെ പറയണം. ആദ്യം വന്നത് എന്താ വെച്ചാല് എൻ്റെ ഇടങ്ങാറ് മാത്രമാണ്, ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്ന അറിയുണ്ടോ. അത് അപ്പോൾ പരിക്ക് പറഞ്ഞൊരു സാധനമാണ്. അതിലറൊക്കെ പോലത്തൊക്കെ ഉണ്ട്. ഞാനൊരു റിയലിസ്റ്റിക് സംഭവം അങ്ങോട്ട് പറഞ്ഞത്, ഒരു ആളെ 2 ആള് ഉള്ളത്, അത് ഇവിടെ ഇതിൽ കൂടെ പറയാൻ പറ്റൂല, അത്ര മോശമാണ്. അത്ര മോശമാണ് ആ മറുപടി. അപ്പോൾ നേരെ മറിച്ച് അവിടെ ശരിക്കുള്ള മറുപടി എന്താണ്? അവിടെ ശരിക്കുള്ളത് ഒരു മൈൽഡ് ആംബിയൻസിൽ പറയേണ്ട ഒരു മറുപടി ഉണ്ട്. എടി ജടങ്ങാറുണ്ടല്ലേ. അതയാൾ പറഞ്ഞു കഴിയുമ്പോൾ കരഞ്ഞിട്ടുണ്ടാവും ഉറപ്പായിട്ട്. ശരിക്ക് ഭാര്യനെ ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുന്ന ഒരാളത് പറഞ്ഞു കഴിയുമ്പോൾ അയാൾ കരഞ്ഞിട്ടുണ്ടാവും. അയാൾ വോയിസ് അവിടെ കട്ടാവും. ഭാര്യക്ക് മനസ്സിലാവും, ആ ഭാര്യക്ക് അത് മതി, ഹലാസ്, പിന്നെ ഒക്കെ ഒരു ഡീൽ ചെയ്തോളും. കാരണം ഏറ്റവും വലിയ മൾട്ടി ടാസ്കർമാർ ശരിക്കും ഈ കുടുംബിനികളാണ്, നമ്മളെ അമ്മമാരാണ്, നമ്മളെ ഭാര്യമാരാണ്. എന്തൊക്കെയാണ് അതിട്ട് കാട്ടിക്കൂട്ടുന്നത്? ഒന്ന് വീട്ടിൽ നല്ലൊരു ക്യാമറ സെറ്റ്, അവരറിയാതൊരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇരുന്ന് കണ്ടാൽ മനസ്സിലാവും അത് എന്തെല്ലാമാണ് ചെയ്യണത്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. ചെറിയ കുട്ടികളുള്ള വീടാണെങ്കിൽ പറയല്ല, ഭീകരമായിരിക്കും അവസ്ഥ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ പേജിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു, കുട്ടി ചിത്രം. മൊത്തം അവിടെ ആകെ ഓഫീസ് റൂം മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വരയിലുണ്ട്, പക്ഷേ വളരെ ഭീകരമായ വരകളൊന്നുമില്ല. അപ്പോൾ ഉള്ള ഒരു വാദം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് വരക്കാൻ സ്ഥലമില്ല. ശരിയാണ്, ഓക്കെ എത്തണം എല്ലാ സ്ഥലത്തും വരച്ചത്. അപ്പോൾ ഓളെ സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ എന്തെല്ലാം മാനേജ് ചെയ്യണവർ. അപ്പോൾ അതുകൊണ്ട് ആശ്വസിപ്പിച്ച് ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്താ ഇപ്പം നമുക്ക് മോനെ ചെയ്യാൻ പറ്റുക, എങ്ങനെ ആക്കാൻ പറ്റുക, ആരോടൊന്ന് സംസാരിപ്പിക്കാൻ പറ്റുക? ഞാനിപ്പോൾ പോന്നാലുള്ള പ്രശ്നം ഇപ്പോൾ പെരൻ്റെ പണിയോടെ കിടക്കല്ലേ, എനിക്കും ഇവിടെ കുറേ കാര്യം ചെയ്യാണ്ട്, ഇജെന്താ അങ്ങനെ ചോദിക്കണതിന് പകരം അപ്പോൾ അവർക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും, അവർക്ക് കുറച്ച് സ്റ്റേബിളാകാൻ പറ്റും. ചുരുക്കത്തിൽ ഇതാണ് പ്രവാസി കുടുംബിനികളോടും ബാക്കിയുള്ളവരോടൊക്കെ പറയാനുള്ളത്. നിസ്കരിക്കണമായിരത്തൊരു സമയം സംസാരിക്കാൻ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അത് കണ്ടെത്താൻ കഴിയൂല എന്നൊക്കെ ചില ആൾക്കാർ പറയും. അതിന് നമ്മൾ അന്നൊരു മറുപടി പറഞ്ഞിരുന്നു, ആരാണോ കണ്ടെത്താൻ കഴിയാത്തത് അവർ പറയൂ, നിങ്ങളുടെ ഫുൾ ഷെഡ്യൂൾ പറയൂ, സമയം നമ്മൾ ഉണ്ടാക്കിത്തരാം. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കണം, അല്ലെങ്കിൽ പ്രവാസം നിർത്തി പോരണം. ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിൽ കുറേയധികം ആളുകളുടെ സമയം നഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല, ആ നഷ്ടപ്പെടുന്നതിനിൽ കാണുന്ന കാഴ്ചകളുടെ പ്രശ്നം, ഭാര്യമാർ ഫോൺ വിളിക്കുക എന്നുള്ളത്, അവരുടെ ഓരോ വിവരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത്, അതൊരു പ്രശ്നമായിട്ടാണ് പല റീലുകളും അവതരിപ്പിക്കുന്നത്. ഭാര്യമാരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, ചായ കുടിച്ചോ, ചോറ് തിന്നോ, പോയോ, വന്നോ, ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് വലിയ എന്തോ പ്രശ്നമാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന സംഗതികൾ കാണും. അപ്പോൾ ഇത് ഭാര്യമാരിൽ നിന്നുണ്ടാവുമ്പോൾ പിന്നെ സ്വാഭാവികമായി അത് അവരുടെ ഒരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കാതെ അവർക്ക് അത്തരം സംസാരങ്ങൾ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ സമയം കണ്ടെത്തി അവർക്ക് കൊടുക്കാനുള്ളതും അതിലൂടെ ഒരു ആനന്ദവും ആശ്വാസവും കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്താൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് തീർച്ചയായും ഇൻഷാ അല്ലാഹ് പരിഹാരം ഉണ്ടാവും. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അത് ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്, പ്രതീക്ഷകളുടെ വർത്തമാനങ്ങൾ പലതും പറയാനുണ്ട്. അങ്ങനത്തെ നെഗറ്റീവായ വിമർശനങ്ങൾ മാത്രം പറയുന്ന ആളുകളുണ്ടാവും. നെഗറ്റീവായ കുറേ പ്രശ്നങ്ങൾ പറയാന്നുള്ളതിനപ്പുറത്ത് ഫോൺ വിളിച്ചപ്പോൾ കിട്ടാത്തതും പെട്ടെന്ന് കട്ടാക്കിയതിനെ പറ്റിയും
അങ്ങനെ ഇന്നലെ വിളിക്കാത്തതിനെ പറ്റിയോ അങ്ങനത്തെ ചോദ്യം ചോദിക്കുകയും കുറ്റപ്പെടുത്തലുകൾ പറയുകയും ചെയ്യുന്ന ആളുകളോടാണെങ്കിൽ തീർച്ചയായും സംസാരിക്കാനുള്ള ഒരു താല്പര്യക്കുറവ് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് കൂടി നമ്മളിതിനോടൊപ്പം ഇതിൽ അത് പറഞ്ഞ ഈ വിഷയത്തിൽ ഇതേപോലെ നമുക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ചായ കുടിച്ചോ, ചോറ് കഴിച്ചോ, ഞാൻ ചെറിയ കുട്ടിയാണോ എന്നിങ്ങനെ. ശരിക്ക് ഈ മനുഷ്യന്മാർക്ക് ഈ സ്നേഹം എന്താണെന്ന് അറിയില്ല. ശരിക്ക് ഇങ്ങനെ ഒരാൾ ചോദിക്കാനും പറയാനും ഇല്ലാതാകുന്ന സ്പേസിൽ നിന്നാണ് അവരെന്താന്ന് മനസ്സിലാകുക. പിന്നെ ഡിപ്രഷനായിട്ട് ജീവിക്കേണ്ടി വരും. അപ്പോഴാണ് ഈ ഭാര്യൻ്റെ നിലയും വിലയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ നിലയും വിലയൊക്കെ ശരിക്കും മനസ്സിലാകുക. എന്നാൽ ഇതിലുള്ള ഒരു പ്രശ്നം, ചില ആളുകളുടെ ജോലിയുടെ ഒരു നാച്ചർ ഉണ്ടാകും. ആ നാച്ചറിൽ അപ്പോൾ ഒരു കോള് വരുന്നതും അന്വേഷണം വരുന്നതൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും, ഭീകരമായ പ്രതിസന്ധി ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിന് മനസ്സിലാക്കി കൊടുക്കണം, എന്നെ ഒരിക്കലും വിളിക്കാൻ പറ്റാത്ത സമയങ്ങൾ ഇന്നതാണ്. അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാം. പക്ഷേ ആ സമയത്ത് വരുന്നൊരു വിളി ഒരു അടിയന്തര വിളിയായിരിക്കും. അപ്പോൾ ആ വിളി അറ്റൻഡ് ചെയ്യും. അതല്ല, എന്നെ ആ സമയത്ത് കിട്ടണമെങ്കിൽ 3 വട്ടം മിസ് കോൾ ഇട്ടാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള ചില ധാരണകൾ ഉണ്ടാക്കിയിടണം. അപ്പോൾ അത് ഒരിക്കലും എന്താവില്ല, പ്രശ്നമാകില്ല. അത് ഭയങ്കര പ്രധാനമാണ്. പിന്നെ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പങ്കുവെക്കുന്ന ആളുകളുണ്ടാവും. നല്ല ഭക്ഷണം കിട്ടുമ്പോഴും എന്ത് ചെയ്യണം, അത് പങ്കുവെക്കണം. പിന്നെ ഈ ഭാര്യമാർ പൊതുവെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് ഈ പർച്ചേസ് മാനിയ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ഉണ്ടാവും. എന്ത് കണ്ടാലും വാങ്ങും. അതായത് ഇപ്പോൾ ഇത് 200 രൂപയ്ക്ക് 3 എണ്ണം ഫ്രീ കിട്ടും. 200 രൂപയ്ക്ക് 3 എണ്ണം ഫ്രീ കിട്ടണ ആ വീട്ടിൽ അതൊന്നുപോലും ആവശ്യം ഉണ്ടാവില്ല. അതാണ് ഈ വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിലൊരു ബജറ്റ് നിശ്ചയിച്ചാൽ മതി. ഈ പ്രവാസി കുടുംബങ്ങളിൽ വലിയ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു ഏരിയ ഇതാണ്. ഈ എമൗണ്ട് ചിലവ് എക്സ്പെൻസാണ്. കാരണം അവർക്ക് അവിടെ നിൽക്കുമ്പോൾ എക്സ്പെൻസ് ഒന്നും അത്ര ഫീൽ ചെയ്യില്ല പലപ്പോഴും. കാരണം ചില എക്സ്പെൻസ് അവർ ലൈഫ് ടൈമിൽ കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ ഇവിടെ അത് വളരെ അത്യാവശ്യമായിരിക്കും, അതവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ മൊത്തം കണക്ക് കംപ്ലീറ്റ് എഴുതണം ശരിക്കും ഭാര്യമാർ. എക്സ്പെൻസ് ഷീറ്റ് കംപ്ലീറ്റ് എഴുതണം. അപ്പോൾ പുതിയ കാലമായതുകൊണ്ട് വാട്സാപ്പിൽ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാമല്ലോ. ഇന്നതിന് ഇത്ര. അപ്പോൾ മൂപ്പർക്ക് അഭിപ്രായം പറയണ്ട, അഭിപ്രായം പറഞ്ഞോട്ടെ. ഇന്നത് വേണം, ഇന്നത് വേണ്ടെന്നൊക്കെ പറഞ്ഞോട്ടെ. ആ ബില്ല് അതേപോലെ ഉണ്ട്, ഫോട്ടോ എടുത്തിട്ടാൽ മതി. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് സാധനം വാങ്ങുക, ബില്ല് കറക്റ്റ് കിട്ടുമല്ലോ. ഇത്ര റുപ്യ എൻ്റെ അടുത്തുണ്ട്, ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് കണക്ക് അങ്ങോട്ടോട്ടും ബോധ്യപ്പെടുത്തി പോകുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഒരു നിശ്ചിത തുക, ഒരു 10,000 റുപ്യ 15,000 റുപ്യ, ഇത്ര എമൗണ്ടാണ് നമ്മുടെ ഒരു മാസത്തെ കംപ്ലീറ്റ് എക്സ്പെൻസ് ഷീറ്റ്. ഞാൻ ഈ സംഖ്യ പറയുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാവും. 75,000 റുപ്യ സർക്കാർ സർവീസിലുള്ള ഒരാൾ അതവിടെ ഇട്ടിട്ട് അയാൾ ഗൾഫിൽ പോവാണ്, സംഘടന സജീവമായിട്ടുള്ള ആളാണ്. അപ്പോൾ അപ്പോഴോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പിരാന്താണ് കാണിക്കണം, എൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ അയക്ക് നടന്നു പോകുന്നുണ്ട്, ഇത്ര സാലറി ഉണ്ട്, ഇത് കൂടുകയേ ചെയ്യുള്ളൂ. എനിക്കറിയാം ചോദിച്ചു, എനിക്ക് 35,000 റുപ്യ ഒരു മാസം വീട്ട് എക്സ്പെൻസിന് വേണം, ഞാൻ എന്താ ചെയ്യാമെന്നാണ് ചോദിച്ചത്. പിന്നെ വീടുണ്ടാക്കാൻ കഴിയുമെന്നാണ്. അയാൾ പോയി, അയാൾ നല്ല ജോബിലാണ്, നല്ല കാര്യങ്ങളിലൊക്കെയാണ്. വീടിൻ്റെ തറക്കല്ല് പോലും ഇപ്പോഴും ഇട്ടിട്ടില്ല, 5 കൊല്ലമായി പോയിട്ട്. മനസ്സിലായില്ലേ? അത് വേറെ കാര്യം. അപ്പോൾ പറയാൻ ശ്രമിച്ച കാര്യം എത്രേ ഉള്ളൂ, ഇങ്ങനത്തെ ചില പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊരു ചോദ്യമുള്ളത്, ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ്. എൻ്റെ ഭർത്താവിന് റൊമാൻറ്റിക് സംസാരമോ ചാറ്റിങ്ങോ ഒന്നും താല്പര്യമില്ല. മാനസിക പിരിമുറുക്കമുണ്ടാക്കുന്നു. തജ്വീദ് ക്ലാസ്, ഖുർആൻ പാരായണ ക്ലാസ്സൊക്കെ കേൾക്കും. മക്കൾ പോയാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. ഞാൻ ഒരുപാട് ശ്രമിക്കും അങ്ങനെയുള്ള ചിന്തകൾ വരാതിരിക്കാൻ. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. ഈ മനുഷ്യന്മാർ ഭയങ്കര ശിശുക്കളാണ് ചില കാര്യത്തിൽ എന്നുള്ളതിൻ്റെ. ഇത് 2-3 തരം പ്രകൃതങ്ങളുണ്ടല്ലോ. ഒന്ന്, ചില ആളുകൾക്ക് ജസ്റ്റ് കേൾവി മാത്രം മതിയാവും. ചില ആളുകൾക്ക് കാഴ്ച മാത്രം മതിയാവും. ചില ആളുകൾക്ക് സംസാരം മാത്രം മതിയാവും. ചില ആളുകൾക്ക് ഇതെല്ലാം വേണ്ടി വരും. ഞാൻ പറയണത് അവരുടെ ഒരു സെക്ഷുവൽ സമ്പൂർത്തീകരണത്തിന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഫോൺ കോളും കാര്യങ്ങളൊക്കെ നോർമൽ സംഭവം നടന്നാൽ തന്നെ അവർ ഓക്കെ ആയിരിക്കും. ചില ആളുകൾക്ക് ഇതൊന്നും മതിയാവില്ല, കുറച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണ്ടി വരും. ഒരു 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 ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ എല്ലാ തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ഈ റൊമാൻറ്റിക് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു തരം
എന്തൊരു ചൈൽഡിഷായ സാധനമാണെന്നാണ് ഒരു പ്രത്യേക ജനറേഷൻ മനസ്സിലാക്കി വെക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ മാതിരി എന്നാണ് പറയുക. ശരിക്കും ഏത് പ്രായമായ ആൾക്കും ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു കല്യാണം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം എത്ര? ഇവിടെ എല്ലാവർക്കും ഹിഫ്ലായ കാര്യമാണ്. ഇവിടുത്തെ എയ്ത്തിസ്റ്റുകളും ഫാസിസ്റ്റുകളും ലിബറലിസ്റ്റുകളും ഒക്കെ പരിഹസിച്ച് കളിയാക്കി പോണ കാര്യമാണ്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ലൈഫിൻ്റെ അല്ലെങ്കിൽ പ്രവാചക പത്നിമാരൊക്കെ തമ്മിലുള്ള റൊമാൻസിൻ്റെ എന്തെല്ലാം നല്ല ഉദാഹരണങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പ്രായമുള്ള ആളാണ്. ആയിഷ ബീവിക്ക് പള്ളിൻ്റെ ഉള്ളിൽ നടക്കണ ആയുധാഭ്യാസ പ്രകടനം കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ വളരെ വൃത്തിക്കത് കാണുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ച മാംസത്തിൻ്റെ അതേ ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വായ വെച്ച് കടിച്ച് അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അവർ ഉറപ്പിക്കുന്നുണ്ട്. അവരൊന്നിച്ച് കുളിക്കുന്നുണ്ട്. അവരൊന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് കുളിക്കുന്നുണ്ട്. എന്താ പറയുക ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഹൈലുകാരിയായിരിക്കുമ്പോൾ പ്രവാചകൻ പള്ളിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിൻ്റെ മടിയിലേക്ക് തലവെച്ച് ബാക്കി ഭാഗം പള്ളിൻ്റെ ഉള്ളിലേക്കാക്കി കിടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് നിമിഷങ്ങളും സംഭവങ്ങളും ഒക്കെ നമുക്ക് പ്രവാചക ജീവിതത്തിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ റൊമാൻസ് എന്നുള്ളത് ഒരു വളരെ വാജിബായിട്ടുള്ളൊരു കാര്യമാണ്. ഫറള് എന്ന് പറഞ്ഞാൽ ആകെ നിസ്കാരവും നോമ്പും സക്കാത്തും എന്ന് മാത്രമാണ് ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് കൃത്യമായൊരു സ്പേസ് കൊടുത്ത് ഒരു വളരെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും സംവദിക്കാനുള്ള സമയം ഉണ്ടാക്കണം. അത് ഭയങ്കര ആവശ്യമാണ്. നല്ലൊരു അടിപൊളി കട്ടൻ ചായയും കുടിച്ച് നല്ലൊരു പാൽ ചായ കുടിച്ച് അത് സിപ്പ് ചെയ്ത് ദീർഘനേരം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളൊരു പുതിയ സ്വർഗ്ഗലോകത്താണ് ശരിക്കും ഉണ്ടാവുക. അപ്പോൾ സംഭാഷണത്തിന് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വീടുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് സാധനങ്ങൾ ഇങ്ങനെ ആദ്യം തന്നെ കൊണ്ടുവന്ന് ഡബ് ചെയ്ത് പിന്നെ അതിന്മേന്ന് ഡിസ്കഷൻ ഡെവലപ്പ് ചെയ്ത് ആയി കിട്ടൂല. കാരണം എല്ലാ ക്രിയേറ്റിവിറ്റിയും ചോർന്ന് പോയിട്ടുണ്ടാകും. അപ്പോഴാണ് ആ നിലക്ക് വേണ്ടത്. പിന്നെ എന്തായാലും ഒരു ഇപ്പോൾ സൗന്ദര്യ വർണ്ണനയും ഒക്കെ പരസ്പരം ഭയങ്കര ആവശ്യമാണ്. പിന്നെ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇത് ലൈംഗികതയിൽ ഉണ്ടാകുന്ന സംതൃപ്തി. ഭക്ഷണം നല്ല ഭക്ഷണമാണെങ്കിൽ നന്നായി, നിൻ്റെ ഫുഡ് നന്നായി എന്ന് പറയണ പോലെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഇഷ്ടമായി. അങ്ങനത്തെ ഒരു പരസ്പരമുള്ള പ്രോത്സാഹനം ആവശ്യമാണ്. അത്തരം രീതികൾ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ബന്ധം പിരിഞ്ഞപ്പോൾ ആ ബന്ധത്തിൽ ആ കുട്ടി പറഞ്ഞൊരു കാര്യം, ആ കുട്ടീൻ്റെ വലിയ കംപ്ലൈൻറ്റ്, ഞാൻ എന്ത് മെസ്സേജ് അയച്ചാലും ഇപ്പോൾ നോ ഓക്കെ ഇത് മാത്രമേ ഇടുള്ളൂ എന്നാണ്. ആ വോയിസ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അവർക്കത് ഒരു 3 നേരത്തെ ചോറും കൂടി പിന്നെ വേണ്ടി വരില്ല. ആ പൈസ ലാഭീകരവന് മനസ്സിലായില്ല. അപ്പോൾ ഈ സഹോദരി പറഞ്ഞത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഞാൻ തജ്വീദ് ക്ലാസ്സും ഖുറാൻ ക്ലാസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. അതിൻ്റെയൊക്കെ ഇടയിലൂടെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ്. വേണ്ടാത്ത ചാറ്റിലേക്കും വേണ്ടാത്ത സെർച്ചിലേക്കും അശ്ലീല വീഡിയോകളിലേക്കും ബാക്കിയൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അതൊക്കെ പോകുന്നതിൽ നിന്ന് അവർ ഭയങ്കര മതിൽ കെട്ടുകയാണ്. മതിൽ കെട്ടുകയാണ്. മുമ്പൊരിക്കൽ നമ്മളൊരു കേസ് ആരിസ് മൗലവി ഞാനും തമ്മിൽ നടന്നൊരു ഡിസ്കഷനിൽ സ്നേഹക്കൂട് നമ്മൾ പേര് കൊടുത്തത് കൂടണയാത്ത ഇണക്കിളികൾ എന്നുള്ളതായിരുന്നു. എൻ്റെ കാര്യം ഒരു സഹോദരിയുടെ ഭർത്താവ്, അവരെങ്ങനെ വിളിച്ചാലും ഇവിടെ വരില്ല. അവരാണെങ്കിൽ അയലോകത്തൊരാളെ ഇടയ്ക്ക് വീട്ടിൽ വരുന്ന ഭയങ്കര ശല്യം ചെയ്യുന്ന പ്രശ്നം, ആ വ്യക്തിനെ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത പ്രശ്നം, ഇങ്ങനത്തെ അയാൾക്കതൊരു പ്രശ്നമായിട്ട് തോന്നണമല്ല. അത് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനത്തെ നിർവികാരത ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. ഇതേ അവസ്ഥ സഹോദരിമാർക്കുണ്ട്. ഓർക്ക് 100 നിബന്ധന ആയിരിക്കും. ഒരിക്കൽ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞെന്താ അറിയോ, അയാൾ 2ാമതൊരു കല്യാണം കഴിച്ചു. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂ ഒക്കെ ആയപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവൾ എൻ്റെ അടുത്തേക്ക് വരണമെങ്കിൽ ഞാനിങ്ങനെ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യണം. അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ബാക്കി സംഗതികളൊക്കെ കഴിഞ്ഞ് ഫുൾ അടുക്കി പൊറുക്കി റെഡിയാക്കി വെച്ച് ഒന്ന് വന്ന് കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ, ഒരു ദിവസമല്ലല്ലോ മൗലവി, ഇത് പല ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ സെർവൻറ്റിനെ വെച്ചുകൊടുക്കാമെന്ന് പറഞ്ഞു. ഇല്ലിങ്ങല്ലോ, ഒരു സെർവൻറ്റ് പറ്റൂല വീട്ടിൽ, എല്ലാ പണിയിലും ഞാൻ വേണം എന്നവർക്ക് ആവശ്യമുണ്ട്. എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. ഞാൻ ചെയ്യേണ്ട ആ ഒരു ഡ്യൂട്ടി ഞാൻ മാത്രം ചെയ്യേണ്ടതല്ല, ഒരു സെർവൻറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം
ഇതിൽ ഇപ്പം ഈ എപ്പിസോഡ് അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഇതിലാകെ എടുക്കേണ്ട പോയിന്റ് ഈ പോയിന്റ് മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അത് ഇവിടുത്തെ വിഷയമല്ല, അതുകൊണ്ടാണ് അവിടെ മെൻഷൻ ചെയ്യാത്തത്. മനസ്സിലായില്ലേ? ഭർത്താവിൻ്റെ ആഗ്രഹം ഭാര്യ പൂർത്തീകരിക്കാൻ തടസ്സം നിന്നാൽ പുലരുവോളം മലക്കുകളുടെ ശാപപ്രാർത്ഥന അവർക്ക് ഉണ്ടെന്നാണ്. തിരിച്ച് ഈ പറഞ്ഞത് ഭർത്താവിൻ്റെ കാര്യത്തിലും ബാധകമാണ്. അതെ, പെണ്ണിന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ ദ്രോഹിച്ചാൽ പിന്നെ പുരുഷനത് ബാധകമാണ്. ഈ ശാപോ ഈ പ്രാർത്ഥനയൊക്കെ അത് സ്ത്രീകൾക്കായിട്ട് ഫിക്സ് ചെയ്ത് വെച്ച കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഗൗരവതരമായ ചിന്ത, ആലോചന ഈ വിഷയങ്ങളിലൊക്കെ ആവശ്യമുണ്ട് എന്ന് പറയാം. കൂടെ ഈ റൊമാൻറ്റിക് അല്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്കിനോട് ഒരു ചേർത്ത് വെക്കൽ. ചില ആളുകൾ റൊമാൻറ്റിക് ആകുക എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ് എന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഒരു നിലവാരം ഒരു പക്ഷേ പുതിയ കാലത്ത് പുതിയ ട്രെൻഡുകൾ ഒക്കെ ആയിരിക്കും. ബർത്ത്ഡേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊണ്ടുപോവുക, പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് വരിക, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി അങ്ങോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് വന്ന് ഒരു യാത്ര, ഭയങ്കരമായി യാത്ര പോകുക. അത് സോഷ്യൽ മീഡിയ വഴി കാണുന്ന കുറേ റൊമാൻറ്റിക് കാഴ്ചകളുണ്ടാവും. അത്തരം കാഴ്ചകൾ ഭർത്താവിൽ ഇല്ല അല്ലെങ്കിൽ ഭാര്യയിലില്ല എന്ന് കുറ്റപ്പെടുത്തുന്നതിൽ ഒരിക്കലും അർത്ഥമല്ല. ഈ സഹോദരി ഉദ്ദേശിച്ചത് ഒരിക്കലും അതല്ല. എന്നാൽ ഈ ഒരു വാക്കിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ സംഗതികൾ എൻ്റെ ഭർത്താവിലില്ല എന്നുള്ള കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതേസമയത്ത് ഒരു കാര്യം അതിൽ വേണ്ടത്, ഒന്ന് അത് പറഞ്ഞത് ഞാനൊന്ന് അടിവരട്ട് പറയാം. ഈ സോഷ്യൽ മീഡിയ ട്രെൻഡുകളിൽ കാണുന്ന സംഗതികൾക്കനുസരിച്ച് ഫോട്ടോ പോസ്റ്റിങ്ങും പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അട്ടർ വേസ്റ്റാണ്, ഒരു സംശയമല്ല. അതൊന്നും നമുക്കൊരിക്കലും ഗുണം ചെയ്യില്ല. എന്നാൽ ഗിഫ്റ്റുകളൊക്കെ പരസ്പരം ആകാം, പക്ഷേ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പരാതിയുമായി വരാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഭർത്താവ് നമുക്ക് ഗിഫ്റ്റ് തരുന്നില്ലേ, ഭർത്താവിന് തിരിച്ച് ഗിഫ്റ്റ് കൊടുത്താൽ മതി. പൈസ നമ്മൾ വാങ്ങിയാൽ മതി. എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങാനാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങാനാണ്. അല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ട്, എന്തോ ഒരു കാര്യം പറയുമ്പോൾ വാങ്ങിയിട്ടൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്താൽ മതി. ആ മൂപ്പർക്ക് മനസ്സിലാവും എന്ത് എനിക്കും ഗിഫ്റ്റ് തരണമെന്ന്. പക്ഷേ ആ ജനിച്ച ദിവസം നോക്കി, വിവാഹ ദിവസം നോക്കി, വിവാഹ ദിവസം ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ അടിയാണ് ആൾക്കാരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? കല്യാണം കഴിച്ച ദിവസം അന്ന് തന്നെ ഓർത്തു പോവുക, വിവാഹം കഴിച്ച ആദ്യ കുഞ്ഞ് ജനിച്ച ദിവസം അന്ന് തന്നെ. ഇത് എനിക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ പറയണത് ഒരു ചിലപ്പോൾ ഭീകരമായ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആ ദിവസം ഓർക്കലല്ല, എന്നും ഓർക്കലാണ്. ആദ്യത്തെ ദിവസം പോലെ എന്നും ഓർക്കുക എന്നുള്ളതാണ്, അതിനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ഇസ്ലാം പൊതുവെ മുന്നോട്ട് വെക്കുന്ന കാര്യം. അതുകൊണ്ടാണ് തന്നെക്കാളും പ്രായമുള്ള വാർദ്ധക്യത്തോട് ചേർന്ന് നിന്ന മോണ കാട്ടിച്ചിരിക്കണ ഖദീജ റളിയല്ലാഹു അൻഹയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിലും മറക്കാതിരുന്നത്. പലപ്പോഴും വൈകാരികമായത്. ഇടയ്ക്കൊക്കെ അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് പ്രവാചകൻ ആടിനെ അറുത്തിട്ട്, ഒരു ജനിച്ച ദിവസം മരിച്ച ദിവസം നോക്കിയിട്ടൊന്നുമല്ല, ആടിനെ അറുത്തിട്ട് കൂട്ടുകാരികൾക്കും കുടുംബക്കാർക്കും ഒക്കെ എത്തിച്ചു കൊടുത്തത്. അതാണ് ഹൃദയബന്ധം എന്ന് പറഞ്ഞാൽ. അത് തൊലി നിറത്തിലോ ബാക്കി കാര്യങ്ങളിലോ ഒന്നുമല്ല, അത് ഹൃദയങ്ങൾ തമ്മിൽ ഉള്ള കണക്ടിവിറ്റിയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മളിവിടെ സമാപിപ്പിക്കുകയാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ പീസ് റേഡിയോയിലേക്ക് ഫീഡ്ബാക്കായി അയക്കാം. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.